പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് വളരെ ദാഹത്തോടും ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. 2025 നമ്മളെ വിട്ടുപോകുവാൻ ചില ദിവസങ്ങൾ മാത്രമേയുള്ളൂ, ശരിയല്ലേ? ജനുവരി മാസം 1-ാം തീയതി തൊട്ട് ഈ ഡിസംബർ മാസം 24-ാം തീയതി വരെ ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുവാനിടയായി തീർന്നു. നമ്മളോടുകൂടെ യാത്ര ചെയ്തവർ, നമ്മളോടുകൂടെ ജീവിതം ആരംഭിച്ച പല വ്യക്തികളും ലോകത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മളെ കരുതിയ ആ കരുതലിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് ഒരു നിമിഷം നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഒരുപാട് ഹൃദയവേദനയൊക്കെയായി എന്തു ചെയ്യണമെന്നറിയാതെ ആമേൻ ബ്രോക്കൺനെസ്സിന്റെ അനുഭവത്തിൽ കൂടെ, ഹൃദയനുറുക്കത്തിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് വ്യക്തികൾ എന്നെ കാണുന്നവരുണ്ട്. അവരോട് തുടക്കം തന്നെ ദൈവാത്മ പ്രേരിതമായി ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ്. എൻ്റെ യേശു നിന്നെ സൗഖ്യമാക്കുവാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ആമേൻ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ചതഞ്ഞ ഓട എൻ്റെ യേശു ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരിയെ എൻ്റെ ദൈവം കെടുത്തിക്കളകയില്ല. ഇന്ന് നിങ്ങൾ അങ്ങനെയുള്ള ഈ അനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതെങ്കിൽ ഈ ശുശ്രൂഷയുടെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടോ വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച് അറിയുവാൻ വേണ്ടി പോവുകയാണ്. ആമേൻ. നമ്മൾക്ക് ഇന്ന് ദൈവം ശക്തമേറിയൊരു ദൂത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് 1-2 മിനിറ്റുകൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആമേൻ, ഞാൻ പറയപ്പെട്ട വിഷയത്തിന്റെ നടുവിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിൽ, ആമേൻ, എന്തു ചെയ്തിട്ടും ജീവിതത്തിന്റെ മേൽ ഒരു ശുഭത കാണാതെ, ജീവിതത്തിന്റെ മേൽ ഒരു സക്സസ് കാണാതെ ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്. ആമേൻ. മുഖങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുകയാണ്. അവൻ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വളരെ ദാഹത്തോടുകൂടി അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന ഈ ജനത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. വലിയ ദൈവ പ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിന്മേൽ ഇന്ന് തൊട്ട് സംഭവിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ആമേൻ, എന്തു ചെയ്തിട്ടും ഉയർച്ച കാണാൻ പറ്റാതെ അടിമത്തത്തിന്റെ അനുഭവത്തിൽ ആയിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പല വിഷയങ്ങളുടെ നടുവിൽ നിന്നും എനിക്ക് പുറത്തു വരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല. അത് അഡിക്ഷൻ ആയിരിക്കാം, അത് ഒരുപക്ഷെ അവൻ ഡിപ്രഷൻ ആയിരിക്കാം, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയെങ്കിൽ ഈ ജനം വിടുതലിലേക്ക് കടന്നു വരട്ടെ, ഫ്രീഡത്തിലേക്ക് കടന്നു വരട്ടെ. അത്ഭുതങ്ങൾ ഇവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഇന്ന് ഈ ജനത്തിന്റെ നടുവിൽ അങ്ങ് സമീപസ്ഥനായുള്ളതിനായി സ്തോത്രം. ആമേൻ. മനസ്സ് തകർന്നവരെ അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം നമ്മൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. ആമേൻ. ഗോഡ് ഓഫ് ഡെലിവറൻസ്, ഗോഡ് ഓഫ് സാലുവേഷൻ. ആമേൻ. അത് വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ വ്യക്തികളും അനുഭവിച്ചറിയട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുകയാണ്. ആ രോഗം യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ മെന്റൽ ഡിപ്രഷൻ യേശുവിന്റെ നാമത്തിൽ അകന്നു മാറട്ടെ. അത്ഭുതങ്ങൾ യേശു ചെയ്യും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നമ്മുടെ ആത്മീയ കൂടിവരവുകൾ എല്ലാ തിങ്കളാഴ്ച തൊട്ടും ശനിയാഴ്ച ദിവസങ്ങൾ രാത്രി 7 മണിക്ക്
ഈ യൂട്യൂബ് ചാനലിലൂടെ ശബ്ദമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ആമേൻ. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ. എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്ന് ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൈവിക ദൂത് ഇതാണ്: ട്രസ്റ്റ് ദ പ്രോസസ്. ദൈവം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ പാത നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ആമേൻ. ദൈവം ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല. ആമേൻ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമായിട്ട് ചെയ്യുന്ന ദൈവമല്ല. ദൈവം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ വഴി നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാനിടയായിത്തീരും. നസറേയനായ യേശു ക്രിസ്തു, ആമേൻ, നമ്മുടെ കർത്താവും ദൈവമായ യേശു ക്രിസ്തു സ്നാനപ്പെട്ട ഉടനെ തന്നെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് വചനം പറയുന്നത്. ആ പ്രോസസ്സിനെ യേശു ട്രസ്റ്റ് ചെയ്തു. ആമേൻ. മരുഭൂമിയാണെന്ന് വെച്ച് പുറകിലേക്ക് പോകുകയല്ല ചെയ്തത്. ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ യേശു ചെയ്തു. ഇന്ന് നിങ്ങളോടുള്ള ദൈവിക ദൂതും ഇതാണ്: ദൈവം നിങ്ങളെ നയിക്കുന്ന വഴികളെ, ആ പ്രോസസ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ പറ്റും. അവിടെ നിന്ന് യേശുക്രിസ്തു പുറത്തു വരുമ്പോൾ അസാധാരണമാകുന്ന ശുശ്രൂഷയുമായിട്ടാണ് യേശുക്രിസ്തു പുറത്തു വരുവാനിടയായി തീർന്നത്. യോസഫിനെ ദൈവം വലിയ പ്രോസസ്സിൽ കൂടെയാണ് നയിച്ചുകൊണ്ടിരുന്നത്. ആ പ്രോസസ്സിൽ യോസഫ് ഒരിക്കലും പിറുപിറുത്തില്ല. ഇന്ന് നിങ്ങളെ ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാതെ ആശ്രയിച്ചുകൊണ്ട് സ്റ്റെപ്പിൻ ചെയ്യാൻ പറ്റിയാൽ അവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മഹത്വകരമാകുന്ന ഒരു ദൈവ പ്രവർത്തികൾ ദൈവം ചെയ്യുവാനിടയായിത്തീരും. എനിക്കറിയാം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. ആമേൻ. ഞാൻ ഇന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ ഈ 2026 നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണല്ലോ. ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു ദൈവശബ്ദം ഇതാണ്: 2026 ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പെന്നും പേപ്പറും എടുത്തുകൊണ്ട് എഴുതുക. ആമേൻ. എന്നിട്ട് അതിനെ നിങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഞാൻ പറയുന്നത് ഇത് ഒറ്റയടിക്കോ ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ ഒന്നും നടക്കുകയില്ലായിരിക്കും. എന്നാൽ ദൈവം നിങ്ങളുടെ മുൻപിൽ ഒരു ഡെസ്റ്റിനി കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ആ നയിക്കുന്ന പ്രോസസ്സിനെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ 2026 ഡിസംബർ മാസം 30-ാം ദിവസമോ 31-ാം ദിവസത്തിലേക്കോ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വലിയ അത്ഭുതങ്ങൾ, വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. യേശുവിന്റെ ഈ അധികാരം പ്രാപിച്ച നാമത്തിൽ ഓരോ കുടുംബങ്ങളുടെ മേൽ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂം മീറ്റിംഗുകൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നു. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും തിങ്കൾ തൊട്ട് ശനിയാഴ്ച ദിവസം വരെ രാവിലെ അതിശക്തമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതും
അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിൽ അയക്കുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയായിരിക്കും അത്. പ്രിയരെ, ദൈവം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷമായിട്ട് ഒന്നും ചെയ്യുകയില്ല. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ആമേൻ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ അവസാനത്തോളം തികയ്ക്കുന്ന ദൈവമാണ്. അർത്ഥാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ അൽഫയാണെങ്കിൽ ദൈവം തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒമേഗയും. ദൈവം നടുക്കു വെച്ചിട്ട് ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. പല കുടുംബങ്ങളുടെ മേൽ, പല വ്യക്തികളുടെ മേൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അതിനെ തികയ്ക്കുവാനിടയായിത്തീരും. അത് യേശുവിന്റെ നാമത്തിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ആമേൻ. ഈ 2026 നിങ്ങൾ സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ, ആമേൻ, തുറക്കപ്പെട്ട വഴികളോടനുബന്ധിച്ച് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവഹിതമല്ലാത്ത വഴികളെല്ലാം നിങ്ങളുടെ മുൻപിൽ അടയുക തന്നെ വേണം. ആമേൻ. അർത്ഥാൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ നിങ്ങൾ റോങ് ആയ ഒരു സ്റ്റെപ്പിലേക്ക് 2026 കടന്നു പോകരുത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ, റോങ് ആയ വഴികൾ, വാതിലുകൾ എന്റെ മുൻപിൽ തുറന്നു വരരുത്, അതിനെ ദൈവം അടയ്ക്കണമേ എന്ന്. ആമേൻ. നിങ്ങൾ നോക്കുക, പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചത്, അവന്റെ മുൻപിൽ റോങ് ആയ വഴികളെ ദൈവം അടയ്ക്കുവാനിടയായി തീർന്നു. ഏഷ്യ മൈനറിലേക്ക് കടന്നു പോകുവാൻ പൗലോസ് ചിന്തിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന്റെ വഴികളെ അടച്ചു. അവൻ ദൈവം തുറക്കുന്ന ദൈവം മാത്രമല്ല, ദൈവം വഴികളെ അടയ്ക്കുന്ന ദൈവം കൂടെയാണ്. അവൻ ദൈവം അടച്ച വഴികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, അതിനെ നിങ്ങൾക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റിയാൽ, അതോടൊപ്പം തന്നെ മഹത്വകരമാകുന്ന വഴികളും ദൈവം നിന്റെ മുമ്പിൽ തുറന്നു തരും. 2026 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുമ്പോൾ, 2026 നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ, ഇന്ന് തൊട്ട് 2025 അവസാനം തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക. 2026 ദൈവഹിതമല്ലാത്ത വഴികൾ എന്റെ മുമ്പിൽ തുറന്നു വരികയില്ല. ദൈവഹിതമുള്ളത് മാത്രമേ തുറന്നു വരികയുള്ളൂ. വിദുന്യയിലേക്കും ഗലാത്യയിലേക്കും പൗലോസ് കടന്നു പോകുവാൻ ആഗ്രഹിച്ചു. ദൈവം ആ വഴികളെ അടച്ചു. ദൈവം അടയ്ക്കുന്ന വഴികൾക്കായി സ്വപ്നം ചെയ്യുക. അന്ന് രാത്രി പൗലോസ് ഒരു സ്വപ്നം കാണുകയാണ്. മക്കദോനിയിൽ നിന്നൊരു പുരുഷൻ അവന് വിളിക്കുന്നു. സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? യൂറോപ്പിന്റെ വഴി ദൈവം പൗലോസിന്റെ മുമ്പിൽ തുറക്കുവാനിടയായി തീർന്നു. യൂറോപ്പിലേക്ക് സുവിശേഷം കടന്നു വരുവാനിടയായി തീർന്നു. വലിയ ദൈവ പ്രവൃത്തികൾ ആ വഴിയിലൂടെ ദൈവം തുറക്കുവാനിടയായി തീർന്നു. ദൈവം നിന്റെ മുമ്പിൽ ഒരു വഴി അടച്ചിട്ടുണ്ടെങ്കിൽ, വേറെ ഒരു അത്ഭുതകരമാകുന്ന വഴി നീ അറിയാതെ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കേണ്ടത്, ദൈവഹിതമല്ലാത്ത വഴികൾ നിങ്ങളുടെ മുൻപിൽ അടയപ്പെടേണ്ടതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ വലിയ ദൈവമഹത്വം, വലിയ ദൈവപ്രവൃത്തി, വലിയ തുടക്കങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സീസണിൽ നിങ്ങൾ അനുഭവിച്ചറിയുവാൻ വേണ്ടി പോകുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം അത് തികയ്ക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. 2025 നിന്ന് 2026 പ്രവേശിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള വഴികൾ ദൈവം തുറക്കട്ടെ. ദൈവം നിങ്ങളെ കൊണ്ടുപോകുന്ന ഓരോ പ്രോസസ്സിനെയും നിങ്ങൾ ആശ്രയിക്കുക, ട്രസ്റ്റ് ചെയ്യുക. വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങൾ കാണും. യോസഫ് പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ തൊട്ട് അവൻ കാരാഗ്രഹത്തിലേക്ക് കടന്നു പോകുന്ന ആ നിമിഷം വരെ
യോസഫ് ദൈവം നടത്തിയ വഴികളെ അവൻ ട്രസ്റ്റ് ചെയ്തു. പിന്നീട് നടന്നത്, അവൻ രാജാവിന്റെ രാജകൊട്ടാരത്തിലേക്ക്, അവൻ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ദൈവം അവനെ കൈ പിടിച്ചുയർത്തുവാനിടയായി തീർന്നു. പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിന്റെ മേൽ അത് സംഭവിക്കുകയാണ്. കർത്താവേ, ഈ ജനത്തെ ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. 2025 നിന്ന് 26 ഇവർ പ്രവേശിക്കുമ്പോൾ വഴികളെ ദൈവം തുറക്കും. ദൈവഹിതമല്ലാത്ത വഴികളെ ദൈവം അടയ്ക്കും. അടയപ്പെടുന്ന വഴികൾക്കായി ദൈവത്തിന് മഹത്വം തരുന്നു. യേശുവൻ നാമത്തിൽ തന്നെ യാമേൻ, യാമേൻ. നമ്മുടെ ന്യൂ ഇയർ സർവീസ് 31 ക്രോസ് ഓവർ നൈറ്റ്, ആമേൻ, നമ്മുടെ ചാനലിലൂടെ ലൈവ് ഉണ്ടാകുന്നതായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട പ്രൊഫറ്റിക്കൽ മെസ്സേജ് നമ്മളിവിടെ കൈമാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആ മീറ്റിംഗ് നടക്കുന്നത് ഡിസംബർ മാസം 31. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 10 തൊട്ട് 12 വരെയുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ കൂടിയവരുകൾ നടക്കുന്ന പാലക്കാട് വെച്ചാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. രാവിലെ 10 തൊട്ട് 1:30 വരെയുള്ള സമയമാണ്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. ഗാഡ് ബ്ലെസ് യു.